ഒച്ചുമേനോൻ എന്ന് ആളുകൾ ഇരട്ടപ്പേരായിട്ട് വിളിച്ചിരുന്ന ഒരു രാജകൃഷ്ണ മേനോനാണ് ആദ്യമായിട്ട് നമ്മുടെ കേരളത്തിലേക്ക് ആഫ്രിക്കൻ ഒച്ചുകളെ കൊണ്ടുവന്നത് എന്നാണ് കരുതപ്പെടുന്നത്. 1950കളുടെ ആരംഭത്തിലാണ് അത് നടക്കുന്നത്. ജസ്റ്റിസ് വി.ആർ. കൃഷ്ണയ്യരുടെയൊക്കെ സഹോദരിക്കൊപ്പം ചിദംബരത്തെ അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയിൽ ഗവേഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. പാലക്കാട്ടെ എലപ്പുള്ളി സ്വദേശി. ആഫ്രിക്കൻ ഒച്ചുകളുടെ പ്രജനനവും അവയുടെ ലൈംഗിക അവയവങ്ങളും ഒക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗവേഷണ വിഷയം. അദ്ദേഹത്തിൻ്റെ അച്ഛന് അസുഖം വന്നപ്പോൾ പെട്ടെന്ന് നാട്ടിലേക്ക് വരേണ്ട ഒരു സാഹചര്യമുണ്ടായി. ഗവേഷണത്തിൻ്റെ ഭാഗമായി നിരീക്ഷണത്തിലുള്ള 2 ആഫ്രിക്കൻ ഒച്ചുകളെ കൂടി അദ്ദേഹം കൂടെ നാട്ടിൽ വരുമ്പോൾ കയ്യിൽ കരുതി എന്നാണ് കരുതപ്പെടുന്നത്. നാട്ടിലെത്തി അച്ഛന് രോഗം കൂടി കിടപ്പിലായി അദ്ദേഹം മരിച്ചുപോയി. അതിനെ തന്നെ രാജകൃഷ്ണ മേനോന് കുറേ കാലത്തേക്ക് തിരിച്ചു പോകാൻ പറ്റിയില്ല. ആ കാലത്തൊക്കെയും അദ്ദേഹം ഈ 2 ഒച്ചുകളെ വീട്ടിലെ ഒരു തകര ഡ്രമ്മിൽ ഇട്ട് സൂക്ഷിക്കുകയായിരുന്നു. ഇതൊന്നും അറിയാതെ ആ വീട്ടിലെ ജോലിക്കാരിയായ ഒരു സ്ത്രീ ഈ ഡ്രമ്മുകൾ എടുത്ത് പുറത്തു കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കി തിരിച്ചു കൊണ്ടുവച്ചു. അത് രാജകൃഷ്ണ മേനോൻ അറിഞ്ഞതുമില്ല. അങ്ങനെ ആ 2 ഒച്ചുകൾ പാലക്കാട്ടിൻ്റെ മണ്ണിൽ കാൽകുത്തി അല്ലെങ്കിൽ വയർകുത്തി. അവയുടെ എണ്ണം പിന്നെ പെരുകി വളർന്നു. ആഫ്രിക്കൻ ഒച്ചുകൾ നമ്മുടെ നാട്ടിലെത്തി ഇത്രയും ശല്യമായ ആ വലിയ കഥ പറയുന്നതിന് മുമ്പ് ഒച്ചുകൾ എന്ന ജീവികളെ നമുക്ക് ഒന്ന് വിശദമായിട്ട് പരിചയപ്പെടാം. എന്നിട്ടാവാം ആഫ്രിക്കൻ ഒച്ചിൻ്റെ വിശ്വരൂപ കഥയിലേക്ക് തിരിച്ചു പോകുന്നത്. അല്പം ദീർഘമായിട്ടുള്ള വീഡിയോ ആണ്, ദയവായിട്ട് മുഴുവനായിട്ടും കാണുക. മൊളസ്ക ഫൈലത്തിലെ ഗാസ്ട്രോപോഡ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരാണ് ഒച്ചുകൾ. കരയിൽ മാത്രം 40,000-ത്തിലധികം ഗാസ്ട്രോപോഡ ഇനങ്ങളുണ്ട്. ശരീരത്തിന് മേലെ കാൽഷ്യം കാർബണേറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ഉറപ്പുള്ള പിരിയൻ കവച പുറന്തോടുമായിട്ട് നടക്കുന്നവരുണ്ട്, അതില്ലാത്തവരുണ്ട്. ഇത്തരത്തിൽ കയറിക്കൂടി രക്ഷപ്പെടാൻ പറ്റുന്ന തരത്തിലുള്ള പുറം കൂടുകളുള്ളവയെ സ്നെയിലുകളെന്നും ഇല്ലാത്തവയെ സ്ലഗുകളെന്നുമാണ് ഇംഗ്ലീഷിൽ പേര് വിളിക്കുക. പല സ്നെയിലുകൾക്കും അവരുടെ ശരീരം പൂർണ്ണമായിട്ടും ഈ പിരിയൻ കൂട്ടിനുള്ളിലേക്ക് കയറ്റി ഒളിച്ചിരിക്കാൻ പറ്റും. മലയാളത്തിൽ ചില സ്ഥലങ്ങളിൽ കൂടുള്ളതിന് അച്ചിൽ എന്നും കൂടില്ലാത്തതിന് ഒച്ച് എന്നും വിളിക്കും. ചില സ്ഥലങ്ങളിൽ ഒച്ച് എന്ന ഒറ്റ പേരേ ഉള്ളൂ. അച്ചിൽ എന്നല്ലാതെ അച്ചിൽ എന്ന് വിളിക്കുന്ന പ്രദേശങ്ങളുമുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഇവ രണ്ടിനെയും വേർതിരിച്ചറിയാൻ പറ്റുന്ന വിധത്തിലുള്ള പേരുകളുണ്ടെങ്കിൽ അവ ഏതാണെന്ന് ദയവായിട്ട് കമൻറ്റിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും ആ അറിവുകൾ ലഭിക്കട്ടെ. ജലജീവികളാണ് ഭൂരിപക്ഷം ഒച്ചുകളും. പല ഇനങ്ങളിൽ കടൽ വെള്ളത്തിലും ശുദ്ധജലത്തിലും ഒക്കെ ജീവിക്കുന്നവ. കരയൊച്ചുകൾ പൊതുവെ നനവും ഈർപ്പവും തണുപ്പും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. ലോലവും ആർദ്രവുമായിട്ടുള്ള അവരുടെ ശരീരം വെയിൽ കൊണ്ടാൽ തന്നെ വരണ്ടുപോകും. വീണടിഞ്ഞ ഇലകൾക്കുള്ളിലും മറ്റു മറകൾക്കിടയിലും ഒക്കെയാണ് അവ ഒളിഞ്ഞ് ജീവിക്കുക. പൊതുവെ സസ്യബുക്കുകളാണ് ഇവരൊക്കെയും. ഇവയുടെ നാട പോലുള്ള നാക്കിൽ നിരനിരയായി 10,000-കണക്കിന് കുഞ്ഞരിപ്പല്ലുകളുണ്ട്. റാഡുല എന്നാണ് ഇതിന് പേര്. ഈ റാഡുല കൊണ്ട് അരംരാഗം പോലെ ഇലകളും മരത്തടിയും ഒക്കെ ചുരണ്ടി തിന്നാൻ ഇവർക്ക് പറ്റും. തലയിൽ നിന്ന് 2 ജോഡി ആൻറ്റിനകൾ പുറത്തേക്ക് തുറിച്ചു നിൽക്കുന്നുണ്ടാവും. അവ ഉള്ളിലേക്ക് ചുരുക്കി വെക്കാനും നീട്ടിവെക്കാനും ഒക്കെ കഴിയുന്നവയാണ്. ഈ 1 ജോഡിയുടെ തലപ്പത്ത് കടുകുമണി പറ്റിപ്പിടിച്ച് കിടക്കുന്നത് പോലെ പൊട്ടിൻ്റെ രൂപത്തിൽ കണ്ണുകളുണ്ടാകും. ചുറ്റുമുള്ള ദൃശ്യവിസ്മയങ്ങൾ കണ്ട് ആനന്ദിക്കാനുള്ളതൊന്നുമല്ല കണ്ണ്. പേരിന് 2 കണ്ണുകൾ എന്ന് മാത്രം. പ്രകാശ വ്യതിയാനങ്ങൾ തിരിച്ചറിയാനുള്ള വെറും ഗ്രാഹികൾ മാത്രമാണ് ഒച്ചിൻ്റെ കണ്ണുകൾ. തൊട്ടു താഴെയുള്ള നീളം കുറഞ്ഞ ആ കുഞ്ഞാൻറ്റിനകൾ മണം പിടിക്കാനുള്ള മൂക്കുകളാണ്. നമ്മുടെ കണ്ണുകൾ തലയോടിൻ്റെ കുഴികൾക്കുള്ളിൽ സുരക്ഷിതമായിട്ട് ഒളിച്ചു വെച്ച വിധത്തിലാണല്ലോ ഉള്ളത്. അതുപോലെയല്ല ഒച്ചിൻ്റെ കണ്ണുകൾ. ലോലമായ ഈ 2 ജോഡി ഗ്രാഹികളും എങ്ങനും തട്ടിയാലും മുട്ടിയാലും ഇരപിടിയന്മാരായിട്ടുള്ള പക്ഷികൾ കൊത്തിയാലും വേഗത്തിൽ മുറിഞ്ഞു പോവുകയോ കേടുപറ്റുകയോ ചെയ്യാൻ സാധ്യതയുള്ളവയാണ്. ഇത് നഷ്ടപ്പെട്ടാൽ പിന്നെ കണ്ണും മൂക്കുമില്ലാതെ എന്ത് ജീവിതം. പക്ഷെ ഒച്ചുകളുടെ കാര്യത്തിൽ ഇവ മുറിഞ്ഞു പോയാലും വേഗത്തിൽ തന്നെ ഇവ രണ്ടും വീണ്ടും പുതുതായിട്ട് മുളച്ച് പൊന്തി വരും. അതിനാൽ തന്നെ ഒച്ചിന് കണ്ണും മൂക്കും പോയാലൊന്നും അത്ര ഭയപ്പെടാനില്ല. നമ്മുടെയൊക്കെ ശരീരത്തിൻ്റെ ഇടതുവശവും വലതുവശവും ഒരുപോലെയൊക്കെയാണല്ലോ. അതിന് സിമെട്രി എന്നാണല്ലോ പറയുക. സ്നെയിൽ ഒച്ചുകളുടെ കാര്യത്തിൽ ഈ സിമെട്രി അവതാളത്തിലാണ്. വലംപിരിയായിട്ടുള്ള പുറന്തോടിനുള്ളിലേക്ക് വലിഞ്ഞു കയറാനുള്ള ഒരു അനുകൂലമായിട്ടായിരിക്കാം പരിണാമത്തിൻ്റെ ഭാഗമായിട്ട് സ്നെയിൽ ഒച്ചുകളുടെ ആന്തരിക അവയവങ്ങൾ ഇങ്ങനെ പിരിഞ്ഞു പോയത്. ശരീരത്തിൻ്റെ ഇടതുവശം കൂടുതൽ വളർന്നും വലതുവശം ചുരുണ്ടും ഉള്ള രീതിയിലാണ് ഇവയുടെ ശരീരം. ശരീരത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ ആകെ മൊത്തം പിണഞ്ഞു മറിഞ്ഞ അവസ്ഥ. സാധാരണയായിട്ട് ശരീരത്തിൻ്റെ പിന്നറ്റത്തിൽ ഉണ്ടാവേണ്ടതായിട്ടുള്ള വിസർജനദ്വാരം തിരിഞ്ഞ് മുന്നിൽ വലതുവശത്തായിട്ടാണ് ഉണ്ടാവുക. ലൈംഗിക അവയവങ്ങളും ശ്വസനനാളവും ഒക്കെ വലതുവശത്താണ്. തലയ്ക്ക് പിന്നിൽ കുതിരയുടെ ജീനിയുടെ രൂപത്തിലുള്ള മാൻഡിൽ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. മാൻഡിലിന് പിറകിലോട്ടുള്ള ഭാഗമാണ് വാല്. ചില ഇനങ്ങൾക്ക് വാലിന് മുകളിൽ വരമ്പ് പോലുള്ള ഒരു സംവിധാനമുണ്ടാവും.
എന്തായാലും ഒച്ചൊരു ചെറിയ ജീവിയല്ല. നമുക്ക് ആഫ്രിക്കൻ ഒച്ചുകളിലേക്ക് തന്നെ തിരിച്ചു വരാം. ലോകത്തിലെ ഏറ്റവും വലിപ്പം കൂടിയ കര ഒച്ചുകളാണിവർ. നമ്മുടെ നാട്ടിൽ ആ ഒച്ചുമേനോൻ എന്ന് വിളിക്കുന്ന രാജകൃഷ്ണ മേനോൻ കൊണ്ടുവന്ന ആ 2 ഒച്ചുകളിൽ നിന്നാണ് 1960-കളായപ്പോഴേക്കും പാലക്കാട് മുഴുവൻ ഒച്ചുകൾ നിറഞ്ഞത്, അല്ലെങ്കിൽ പാലക്കാട് ഒരു ഒച്ചുകാടായത്. അവിവാഹിതനായിരുന്ന രാജകൃഷ്ണ മേനോൻ പിന്നീടുള്ള കാലം അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ അനുജൻ്റെ കൂടെയായിരുന്നു കഴിഞ്ഞിരുന്നത്. അദ്ദേഹം പറയുന്നത് ഇത്തരത്തിലല്ല ആഫ്രിക്കൻ ഒച്ചുകൾ കേരളത്തിലെത്തിയത് എന്നാണ്. ആഫ്രിക്കൻ ഒച്ചുകളിൽ ഗവേഷണം നടത്താനായിട്ട് രാജകൃഷ്ണ മേനോൻ സിംഗപ്പൂരിൽ നിന്നും വില കൊടുത്ത് വാങ്ങിക്കൊണ്ടുവന്നതായിരുന്നു ആ 2 ഒച്ചുകൾ എന്നാണ്. പക്ഷെ അതത്ര വിശ്വസനീയമായിട്ടുള്ള കഥയല്ല. വിദേശത്ത് നിന്ന് അങ്ങനെ സാഹസപ്പെട്ട് വില കൊടുത്ത് വാങ്ങിക്കൊണ്ടുവരേണ്ട ഒരവസ്ഥ അന്നും ഉണ്ടായിരുന്നില്ല. അതിനു മുമ്പേ 1920-കളിൽ തന്നെ ബ്രിട്ടീഷുകാർ മദ്രാസിലെ മൈലേഡി ഗാർഡനിൽ ആഫ്രിക്കൻ ഒച്ചുകളെ എത്തിച്ചിരുന്നു. അവിടെ നിന്നും അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയിലേക്കും മദ്രാസിലെ പല കോളേജുകളിലേക്കും പ്രദർശനങ്ങൾക്കായിട്ടൊക്കെ ഇവയെ കൊണ്ടുപോയിട്ടുണ്ട്. അതിനിടയിൽ എപ്പോഴോ ഇവ പുറത്തു ചാടി മദ്രാസിൽ വ്യാപകമായിട്ട് ഈ ഒച്ചുശല്യം ഉണ്ടായതിനെ പറ്റിയിട്ട് ആ കാലത്തെ പത്രങ്ങളിൽ വാർത്തകൾ വന്നിട്ടുമുണ്ട്. അതായത് മദ്രാസിൽ അപ്പോൾ വ്യാപകമായിട്ടുണ്ടായിരുന്ന ഈ ഒച്ചുകളെ സിംഗപ്പൂരിൽ നിന്നും അത്ര കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതാണ് എന്നതിനുള്ള സാധ്യത വളരെ കുറവാണ്. പഴയ കഥ തന്നെയായിരിക്കും സത്യം. ഡി ബാബു പോൾ പാലക്കാട് കളക്ടറായിരുന്ന കാലത്ത് 1970-കളിൽ ഇവയെ നിയന്ത്രിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. വളരെ പ്രായോഗികമതിയും രസികനും ഒക്കെയായിരുന്ന ബാബു പോൾ നിർദ്ദേശിച്ചത് നാട്ടുകാരൊക്കെ ഈ ഒച്ചുകളെ ശേഖരിച്ച് കളക്ടറേറ്റിലേക്ക് കൊണ്ടുവരാനായിരുന്നു. ഒരു ഒച്ചിന് 1 പൈസ അല്ലെങ്കിൽ 100 ഒച്ചുകൾക്ക് 1 രൂപ എന്നുള്ള നിരക്കിൽ, അതായത് അന്നത് ഒരു വലിയ തുക തന്നെയായിരുന്നു. ഇങ്ങനെയുള്ള ഒരു ഓഫറാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ആളുകൾ ധാരാളമായിട്ട് ഒച്ചുകളെ ശേഖരിച്ച് ചാക്കുകളിലാക്കി കളക്ടറേറ്റിലേക്ക് കൊണ്ടുവന്നു. അവയൊക്കെയും ജീവനക്കാർ വലിയ കുഴികൾ കുഴിച്ച് അതിലിട്ട് ഉപ്പും തുരിശും ഒക്കെ ഇട്ട് കൊല്ലുകയും ചെയ്തു. ധാരാളം ആളുകൾ ഇതൊരു വരുമാന മാർഗം കൂടിയായിട്ട് കണ്ടുകൊണ്ട് വ്യാപകമായിട്ട് ഒച്ചുകളെ പിടിക്കാൻ തുടങ്ങി. പല സ്ഥലങ്ങളിൽ നിന്നും പിടിച്ച ആഫ്രിക്കൻ ഒച്ചുകളെ ചാക്കായിട്ട് കളക്ടറേറ്റിൽ എത്തിക്കാനും തുടങ്ങി. നിർഭാഗ്യത്തിന് അത്ര വലിയ ഫണ്ടൊന്നും ഈ ഒരു പദ്ധതിക്ക് വേണ്ടി മാറ്റിവെക്കാൻ അന്ന് കളക്ടർക്ക് പറ്റിയിരുന്നില്ല. ഫണ്ട് തീർന്നു, പദ്ധതി നിർത്തിവെച്ചു. അപ്പോൾ ഇതൊന്നും അറിയാതെ ആളുകൾ ചാക്ക് കണക്കിന് ഒച്ചുകളുമായിട്ട് വന്നുകൊണ്ടിരുന്നു. കാശില്ലെന്നറിഞ്ഞപ്പോൾ ഇത് തിരിച്ചു കൊണ്ടുപോകേണ്ട മുതലൊന്നുമല്ലല്ലോ. അവരൊക്കെയും അതിൻ്റെ ചുറ്റുവട്ടത്തും കുടഞ്ഞിട്ട് സ്ഥലം വിട്ടു. അവ അതിനു ചുറ്റും പെരുകി. അങ്ങനെ പാലക്കാട് കളക്ടറേറ്റിന് ചുറ്റുവട്ടമൊക്കെയും ഒച്ചുകാടായി മാറി. പിന്നീട് ബാബു പോൾ തന്നെ ഇതിനെ ജൈവിക നിയന്ത്രണം വഴി, ബയോളജിക്കൽ കൺട്രോൾ വഴി എങ്ങനെയൊക്കെ കുറക്കാൻ പറ്റുമോ എന്നുള്ളതിനുള്ള അന്വേഷണങ്ങൾ നടത്തി. അതിനായിട്ട് ഒരു പുതിയ പദ്ധതി ആലോചിച്ചു. ഇവയുമായി ആഫ്രിക്കൻ ഒച്ചുകളുമായിട്ട് മത്സരിച്ച് പെരുകാൻ കഴിയുന്ന വേറെ 2 ഇനം ഒച്ചുകളെ ഇറക്കിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പദ്ധതി. ചില ആലോചനകൾ നടന്നെങ്കിലും എന്തോ ഭാഗ്യത്തിന് അതുമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോയില്ല. അന്ന് അതിനായിട്ട് തിരഞ്ഞെടുത്തതിൽ ഒന്ന് റോസി വൂൾഫ് സ്നെയിൽ എന്നു പേരുള്ള യൂഗ്ലാൻഡിന റോസിയ എന്ന ഇനമായിരുന്നു. പക്ഷേ അത് ശരിക്കും ആഫ്രിക്കൻ ഒച്ചിൻ്റെ ചേട്ടനായിരുന്നു. ബയോളജിക്കൽ കൺട്രോളിന് വേണ്ടിയിട്ട് ഇവയെ ഇറക്കുമതി ചെയ്ത പല സ്ഥലങ്ങളിലും അവയെ കൊണ്ടുള്ള ശല്യമായിരുന്നു പിന്നീട് ഭീകരമായി മാറിയത്. അതായത് വെളുക്കാൻ തയ്ച്ചത് ചിലപ്പോൾ പാണ്ടായി മാറുമായിരുന്നു. പിന്നീട് 2004-2005 കാലത്ത് വീണ്ടും കേരളത്തിൽ 3 സ്ഥലങ്ങളിലായിട്ട് ആഫ്രിക്കൻ ഒച്ച് പ്രളയമുണ്ടായി. ഒന്ന് പാലക്കാട് തന്നെ, പിന്നൊന്ന് പത്തനംതിട്ടയിലെ റാന്നി പ്രദേശത്ത്, മൂന്നാമത് എറണാകുളത്തെ വെല്ലിംഗ്ടൺ ഐലൻഡിലും. വെല്ലിംഗ്ടൺ ഐലൻഡിൽ 2004-ൽ ഒരു വലിയ തടി ഡിപ്പോ ആരംഭിച്ചിരുന്നു. വിദേശത്ത് നിന്നും കപ്പലുകളിൽ കൊണ്ടുവരുന്ന ഉരുപ്പ് പോലുള്ള പലതരത്തിലുള്ള മരങ്ങൾ ശേഖരിച്ച് വെക്കുന്ന ഒരു ഡിപ്പോ. 2005-ലാണ് അവിടുത്തെ കസ്റ്റംസ് ക്വാർട്ടേഴ്സുകളുടെയും റെയിൽവേ ക്വാർട്ടേഴ്സുകളുടെയും ഒക്കെ സമീപത്ത് വ്യാപകമായിട്ട് ആഫ്രിക്കൻ ഒച്ചുകളെ കണ്ടു തുടങ്ങുന്നത്. ആ മര ഉരുപ്പടികളിൽ പറ്റിപ്പിടിച്ച് വന്ന മുട്ടയോ ഒച്ചുകളോ ആണ് അവിടെ ഇത്തരത്തിലുള്ള പുതിയ ഒരു പ്രളയമുണ്ടാക്കിയത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. പിന്നീട് പല വർഷങ്ങളിൽ പല ജില്ലകളിൽ പലപ്പോഴായിട്ട് ഇത്തരത്തിലുള്ള ആഫ്രിക്കൻ ഒച്ചുകളുടെ വലിയ ആക്രമണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 2018-ലെ പ്രളയത്തോടെ ഇതെത്താതെ ഒരു പ്രദേശവും ഇല്ല എന്നുള്ള ഒരവസ്ഥയിലേക്കായി. അതായത് ആഫ്രിക്കൻ ഒച്ചുകൾ വളരെ സാധാരണമായി ഇവിടെ. ലിസക്കാറ്റിന ഫുളിക്ക എന്നാണ് ഇതിൻ്റെ ശാസ്ത്രനാമം. അക്കാറ്റിന ഫുളിക്ക എന്നായിരുന്നു ഇതിൻ്റെ പഴയ പേര്. ആഫ്രിക്കൻ ജയൻറ്റ് ലാൻഡ് സ്നെയിൽ എന്ന് പൊതുവായിട്ട് ഇവരെ പറയുമെങ്കിലും ഇവർ മാത്രമല്ല ആ പേരിൽ അറിയപ്പെട്ടിരുന്നത്. അക്കാറ്റിന, അർക്കാറ്റിന, മാർജിനാറ്റ, ഈ 2 ഇനങ്ങളെ കൂടി ആഫ്രിക്കൻ ജയൻറ്റ് സ്നെയിലുകൾ അല്ലെങ്കിൽ ആഫ്രിക്കൻ രാക്ഷസ ഒച്ചുകൾ എന്ന് വിളിക്കാറുണ്ട്. ഇപ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇവർ ഉണ്ട്. നിങ്ങൾ ഇവയെ വ്യാപകമായിട്ട് കണ്ട വർഷവും സ്ഥലവും ഓർമ്മയുണ്ടെങ്കിൽ അതും കൂടി കമൻറ്റിൽ ഉൾപ്പെടുത്തുക. എന്തിലയും തിന്ന് ഇവ വളരും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ആക്രമണം അവരുടെ നടുവൊടിച്ചു കളയും. റബ്ബറും ജാതിയും ഒക്കെ ഇവർ തിന്നാൻ തുടങ്ങിയതോടുകൂടി പ്രശ്നം സങ്കീർണമായി. കേരള വനഗവേഷണ കേന്ദ്രത്തിലെ ഗവേഷകയും ഇപ്പോൾ കാർഷിക സർവകലാശാലയിൽ പോസ്റ്റ് ഡോക്ടറൽ ഫെലോയുമായിട്ടുള്ള ഡോക്ടർ കീർത്തി വിജയൻ നടത്തിയ ജനിതക പഠനങ്ങളാണ്
ഇവ നമ്മുടെ നാട്ടിലേക്ക് വന്ന വഴി ശരിക്കും നമുക്ക് മനസ്സിലാക്കി തന്നത്. മയോട്ടി, മൗറീഷ്യസ് തുടങ്ങിയ ദ്വീപുകളിലെ ആഫ്രിക്കൻ ഒച്ചുകളുമായിട്ട് നമ്മുടെ നാട്ടിലെ ആഫ്രിക്കൻ ഒച്ചുകളുടെ ബന്ധത്തിൻ്റെ അടുപ്പം മനസ്സിലാക്കി തന്നത്. ദക്ഷിണാഫ്രിക്കൻ തീരപ്രദേശങ്ങളിലുണ്ടായിരുന്ന ഈ ആഫ്രിക്കൻ ജയൻറ്റ് സ്നെയിലുകൾ ഇപ്പോൾ ഇവ ലോകത്തിലെ 52 രാജ്യങ്ങളിലെങ്കിലും ഏറ്റവും ഉപദ്രവകാരികളായിട്ടുള്ള അധിനിവേശ ജീവിയായിട്ട് മാറിക്കഴിഞ്ഞു. ഇവ ഇങ്ങനെ ലോകം മുഴുവൻ എത്തിയത് പല വഴികളിലൂടെയാണ്. സസ്യ നഴ്സറികളിലെ ചെടികളിലൂടെയും ചെടിച്ചട്ടികളിലൂടെയും കൂടാതെ കപ്പലുകളിൽ കൊണ്ടുവന്ന മരത്തിലൂടെയും ഒക്കെ അറിയാതെയാണ് ഇവ പലപ്പോഴും പല സ്ഥലങ്ങളിലും എത്തിയത്. അതുകൂടാതെ അറിഞ്ഞുകൊണ്ട് തന്നെ ചിലപ്പോൾ സമ്മാനമായിട്ട് ചിലർ കൈമാറിയെത്തിയും ഇവ ചില പ്രദേശങ്ങളിൽ എത്തിയിട്ടുണ്ട്. 1847 ആദ്യമായിട്ട് ഇവ ഇന്ത്യയിലെത്തുന്നത്. WH ബെൻസൺ എന്ന ഒച്ചു ഗവേഷകൻ മൗറീഷ്യസിൽ നിന്നും ശേഖരിച്ച 2 ആഫ്രിക്കൻ ഒച്ചുകളെയാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിന് നൽകാൻ വേണ്ടിയിട്ട് കൽക്കത്തയിലേക്ക് കൊണ്ടുവന്നത്. ആ സുഹൃത്തിൻ്റെ കൗതുകം കഴിഞ്ഞപ്പോൾ അയാൾ അതിനെ തോട്ടത്തിൽ വിട്ടു. ആ 2 എണ്ണത്തിൽ നിന്നും കൽക്കത്ത നിറയാൻ മാത്രം ഒച്ചുകൾ പെരുകിയുണ്ടായി. ലോകത്തിലെ ഏറ്റവും മാരകമായിട്ടുള്ള അധിനിവേശ ഉപദ്രവജീവികളുടെ 100 എണ്ണത്തിൻ്റെ ലിസ്റ്റുണ്ട്. അതിൽ ഇവരും ഉൾപ്പെട്ടിട്ടുണ്ട്. ഏതും തിന്നുന്ന ശീലമുള്ളതിനാൽ തന്നെ ഏത് നാട്ടിലെത്തിയാലും ഇവർക്ക് പട്ടിണിയില്ല. 500ഓളം ഇനം സസ്യങ്ങളെ ഇവ ഭക്ഷണമാക്കുന്നതായിട്ട് പഠനങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇന്ത്യയിൽ പല പ്രദേശങ്ങളിലും ഇവർ വലിയ പ്രശ്നക്കാരായിട്ട് മാറിയിട്ടുണ്ട്. വളരെ കുറച്ച് പക്ഷികൾ മാത്രമേ ഇവയെ ഭക്ഷണമാക്കുന്നുള്ളൂ എന്നുള്ളതും വലിയൊരു പ്രതിസന്ധിയാണ്. നമ്മുടെ നാട്ടിലെ ഉപ്പൻ, ചെമ്പോത്ത് ഇവയെ തിന്നുന്നതായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവരിങ്ങനെ ഇലകൾ തിന്നുന്ന ദ്രോഹം മാത്രമായിരുന്നു ഒരു കാലത്ത് നമ്മൾ പരിഗണിച്ചിരുന്നത്, കൃഷിക്ക് ഉണ്ടാക്കുന്ന നാശമൊക്കെ. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് ഇവരെ കൊണ്ട് വേറെയും വലിയ ഉപദ്രവങ്ങൾ ഉണ്ട് എന്ന്. ആൻജിയോസ്ട്രോങ്ങിലസ് കാന്റോനൻസിസ് എന്ന റാറ്റ് ലങ് വേം ഒരുതരം പരാത നിമാവിരകളാണത്. അവയുടെ പരാത ജീവിതത്തിൻ്റെ ഒരു ഘട്ടം കഴിച്ചുകൂട്ടുന്നത് ഈ ഒച്ചുകളിലാണ്. ഇവ അവയുടെ സെക്കൻഡറി ഹോസ്റ്റാണ്. ഒച്ചിൻ്റെ മ്യൂക്കസിലും കാഷ്ടത്തിലും ഒക്കെ ഈ നിമാവിരകളുടെ സാന്നിധ്യമുണ്ടാകും. മഴക്കാലത്ത് ഈ ഒച്ചുകളുമായിട്ടൊക്കെ കൂടുതൽ സമ്പർക്കത്തിൽ വരാൻ സാധ്യതയുണ്ട്. അവയെ കൈകാര്യമൊക്കെ ചെയ്താൽ ആ നിമാവിരകൾ ഉള്ളവയാണെങ്കിൽ നമ്മുടെ ശരീരത്തിനുള്ളിൽ അവ എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ നിമാവിരകൾ നമ്മുടെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒരു തരം മസ്തിഷ്ക ജ്വരം, യോസിനോഫിലിക് മെനിഞ്ചൈറ്റിസ് ഉണ്ടാവാം. ഒച്ച് വീണ് ചത്ത കിണർ വെള്ളത്തിലും ഇഴഞ്ഞുപോയ അടയാളങ്ങളിലുമൊക്കെ ഈ നിമാവിരകളുടെ സാന്നിധ്യമുണ്ടാകാം. 72 മണിക്കൂറോളം സമയം ഈ ഒച്ചിൻ്റെ ശരീരത്തിലല്ലാതെ പുറത്ത് വെള്ളത്തിൽ ഈർപ്പമുള്ള ഇടത്ത് ഒക്കെ ഇവർക്ക് അതിജീവിക്കാൻ പറ്റും എന്നുള്ളതും കൂടുതൽ പ്രശ്നം സങ്കീർണമാക്കുന്നുണ്ട്. അതായത് ഇവയെ കൈകാര്യം ചെയ്യുമ്പോൾ കൂടുതൽ ജാഗ്രത വേണം എന്നർത്ഥം. കൂടാതെ പെരിട്ടോണൈസിസ്, സെപ്റ്റിസീമിയ തുടങ്ങിയ രോഗങ്ങൾക്ക് കാരണമാകാവുന്ന ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയമായ എയ്റോമോണാസ് ലിക്കോഫാസിയൻസ് ഇവരുടെ ശരീരത്തിലുണ്ടാവാം. എല്ലാ ആഫ്രിക്കൻ ഒച്ചുകളിലും ഈ നിമാവിരയോ ഈ ബാക്ടീരിയകളോ ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ അമിതമായിട്ടുള്ള ഭയത്തിൻ്റെ ആവശ്യവുമില്ല. അപൂർവമായി ഉണ്ടാകാമെന്ന് മാത്രം. എങ്കിലും ഇവയെ കൈകാര്യം ചെയ്യുമ്പോൾ കാര്യമായിട്ടുള്ള ശ്രദ്ധയും മുൻകരുതലും കൊടുത്തേ മതിയാവൂ. ഇവർ ഒച്ചുകൾ ഹെർമാഫ്രോഡൈറ്റിക് സ്വഭാവമുള്ളവരാണ്. അതെ, ഒരേ ജീവിയിൽ തന്നെ ആൺ പെൺ ലൈംഗിക അവയവങ്ങൾ ഉണ്ടാകും. അതായത് ഇവരിൽ ആണ് പെണ്ണ് എന്ന വ്യത്യാസമില്ല. എല്ലാവരും ആണുമാണ്, എല്ലാവരും പെണ്ണുമാണ്. 2 ഒച്ചുകൾ പരസ്പരം ഇണചേർന്ന് 2 പേരും പരസ്പരം ബീജം കൈമാറും, 2 പേരും മുട്ടയിടുകയും ചെയ്യും. ഇവരിൽ ചിലതിനൊക്കെ ഇണചേരണമെന്ന നിർബന്ധം പോലുമില്ല. സ്വയം തന്നെ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാൻ ഇവർക്ക് പറ്റും. അതായത് ഇവയുടെ എണ്ണം കൂടാൻ ഒരു സ്ഥലത്ത് 2 ഒച്ച് വേണമെന്ന് പോലുമില്ല. എങ്കിലും അത്തരത്തിൽ സ്വയം കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നതിൻ്റെ നിരക്ക് വളരെ കുറവാണ്. ഇവ ഇണചേരുന്നത് ഇഴചേരും പോലെ പരസ്പരം കൂട്ടിപ്പിരിഞ്ഞാണ്. രാത്രിയാണ് ഈ ഇണചേരൽ. അതിനു മുമ്പുള്ള പ്രണയചേഷ്ടകൾ അരമണിക്കൂറോളം നേരം നീളും. ഇരുവരും പരസ്പരം തങ്ങളുടെ പുരുഷാവയവങ്ങൾ ജോഡിയുടെ ഉള്ളിലേക്ക് കയറ്റി ബീജം നിക്ഷേപിക്കും. ഈ ഇണചേരൽ 1 മണിക്കൂർ മുതൽ ചിലപ്പോൾ 1 ദിവസം വരെ നീളും. ബീജസങ്കലനം കഴിഞ്ഞാൽ ഇരുവരും മരത്തടികൾക്കടിയിലോ ഇലകൾക്കടിയിലോ ഒക്കെ മുട്ടയിട്ട് കൂട്ടും. ഒരു തവണ ഇണചേർന്ന് ഉള്ളിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ബീജം 2 വർഷം വരെ സൂക്ഷിച്ചു വെക്കാൻ ഇവർക്ക് പറ്റും. ആഫ്രിക്കൻ ഒച്ചുകൾ 200ഓളം മുട്ടകൾ ചേർന്ന മുട്ടക്കൂട്ടങ്ങളായിട്ടാണ് ഇട്ടുകൂട്ടുക. ഒരു വർഷം ഇത്തരത്തിൽ 5-6 തവണ മുട്ടയിടും. 8 മുതൽ 21 ദിവസം കൊണ്ട് മുട്ടകൾ വിരിയും. മുട്ട വിരിഞ്ഞിറങ്ങിയ ഉടനെ തന്നെ ആ ഒച്ചിൻ കുഞ്ഞ് അവ പുറത്തു വന്ന മുട്ടത്തോടാണ് ഭക്ഷിക്കുക. 6 മാസം കൊണ്ട് വളർന്ന് മുതിർന്ന ഒച്ചാകും. പിന്നീടുള്ള വളർച്ച വളരെ പതുക്കെയാണ്. എങ്കിലും മരണം വരെ ഇവ വളർന്നുകൊണ്ടേയിരിക്കും. സാധാരണഗതിയിൽ 3 മുതൽ 5 വർഷം വരെ ആയുസ്സുള്ളവരാണ്. എങ്കിലും സംരക്ഷണത്തിൽ 10 വർഷം വരെ ഇവ ജീവിച്ചിട്ടുണ്ട്. വടക്കേ അമേരിക്കൻ വാഴ ഒച്ചുകൾ, ബനാന സ്ലഗ്സ്, എറിയോലിമാക്സ് കാലിഫോർണിക്കസ് എന്ന ശാസ്ത്രനാമമുള്ള വാഴ ഒച്ചുകൾ ഇണചേരുന്നത് ചിലപ്പോൾ ദുരന്തത്തിലാണ് അവസാനിക്കുക.
കൂട്ടിപ്പിണഞ്ഞുള്ള ഇണചേരലിന് ശേഷം അതിലൊരാൾക്കോ ചിലപ്പോൾ രണ്ടുപേർക്കുമോ ലൈംഗിക അവയവം കുരുങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ടാകും. അപ്പോഴത് സ്വയം അരിഞ്ഞു കളയുകയോ പരസ്പരം കടിച്ചു മുറിച്ച് മാറ്റുകയോ ചെയ്യുക മാത്രമേ വഴിയുള്ളൂ. അപ്പോഫലേഷൻ എന്ന ഈ അവസ്ഥയിൽ ലിംഗാവയവം പോയത് തന്നെ. നഷ്ടമായ കണ്ണുകൾ ഒച്ചുകളിൽ വളർന്നു വരുന്നത് പോലെ നഷ്ടമായ ലിംഗാവയവം മുളച്ചു വരില്ല. തുടർന്ന് ജീവിതം പെണ്ണായി തുടരണം. അർദ്ധ ഇണചേരലും മുട്ടയിടലും മാത്രമായി ശിഷ്ടകാല ജീവിതം. ആഫ്രിക്കൻ ഒച്ചുകളുടെ മുട്ടകൾ വെളുത്തോ ഇളം മഞ്ഞ നിറത്തിലോ ഒക്കെയാണ് കാണുക. മുതിർന്ന ഒരു ആഫ്രിക്കൻ ഒച്ച് 20 സെൻറ്റിമീറ്റർ വരെ നീളത്തിലൊക്കെ വളരും. മുതിർന്ന ഒച്ചിന് ഒരു 7 മുതൽ 9 വരെ ചുറ്റുകളും ഉണ്ടാവും. അത് പ്രദക്ഷിണ ദിശയിലോ തിരിച്ചോ ആകാം. ആൻറ്റി ക്ലോക്ക് വൈസോ ക്ലോക്ക് വൈസോ ദിശയിലുള്ള ചുറ്റുകളായിരിക്കും ഉണ്ടാകുക. വളർച്ചക്കനുസരിച്ചിട്ടാണ് ഈ ചുറ്റുകളുടെ എണ്ണം കൂടുന്നത്. കുഞ്ഞന്മാരായിട്ടുള്ള ഒച്ചുകളുടെ കൂടുകളിൽ വിലങ്ങനെ ധാരാളം വരകൾ കാണാം. ബ്രൗണിലോ ക്രീം നിറത്തിലോ ഒക്കെ. സാധാരണ ബ്രൗൺ നിറമുള്ളതും അഗ്രഭാഗത്ത് ക്രീം നിറമുള്ളതും ആയിരിക്കും ഈ കൂടുകൾ. എങ്കിലും നിറത്തിലും അടയാളത്തിലും ഒക്കെ വലിയ വ്യത്യാസങ്ങൾ കാണാം. എന്തായാലും പ്രായം, കാലാവസ്ഥ, ഭൂപ്രകൃതി എന്നിവയൊക്കെ ആശ്രയിച്ചിട്ട് ഇവയുടെ ഭക്ഷണ രീതിക്കും വ്യത്യാസം ഉണ്ടാകും. ചെറുപ്പക്കാർ പുറംതോടിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള കാൽഷ്യം ലവണങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ട് സസ്യഭാഗങ്ങൾ കൂടാതെ കൂടുതലായിട്ട് മണ്ണും ഒക്കെ കഴിക്കും. ഇവയുടെ പുറംകൂട് കാൽഷ്യം കാർബണേറ്റ് കൊണ്ട് നിർമ്മിച്ചതാണല്ലോ. ഇതിനാവശ്യമായിട്ടുള്ള കാൽഷ്യം ലഭിക്കുന്ന ഇലകളും ഇവ തിരഞ്ഞെടുത്ത് ഭക്ഷിക്കും. കാൽഷ്യത്തിൻ്റെ അളവ് കൂടിയ കാബേജ്, പപ്പായ തുടങ്ങിയവയുടെ ഇലകളോടും ഈ ആഫ്രിക്കൻ ഒച്ചുകൾക്ക് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. പലതരത്തിലുള്ള വേസ്റ്റുകൾ, കാർഡ്ബോർഡുകൾ, ചിലപ്പോൾ ചുമരിലെ കുമ്മായ തേപ്പുകൾ, സിമെൻറ്റിൻ്റെ ഭാഗങ്ങളൊക്കെ ഈ കാൽഷ്യത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇവ ഭക്ഷിക്കും. ചിലപ്പോൾ ചത്തുപോയ സ്വന്തം വർഗ്ഗക്കാരെ ഇവർ ഭക്ഷണമാക്കും. ചത്ത മറ്റ് ജീവികളെ ഭക്ഷിക്കും. പ്രോട്ടീൻ ആവശ്യങ്ങൾക്കായിട്ട് പക്ഷികളുടെയും മറ്റു മൃഗങ്ങളുടെയും ഒക്കെ വിസർജ്യവും ഇവർ ഭക്ഷണമാക്കും. വയർ കാലാക്കിയിട്ട് ഇഴയുകയാണ് ഒച്ചുകൾ ചെയ്യുക. പരന്ന അടിഭാഗം മൊത്തമായിട്ട് ഒരു പാദം പോലെയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് വയർപാദന്മാർ എന്ന് വിളിക്കാം. ഗ്രീക്കിൽ വയർ എന്ന അർത്ഥം വരുന്ന ഗാസ്റ്റർ എന്ന പദം, നമുക്ക് ഈ ഗാസ്ട്രോ എൻട്രോളജിയൊക്കെ പരിചയമുള്ളതാണല്ലോ. നമ്മുടെ വയറിലെ അസുഖമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ കാണിക്കുന്ന ഡോക്ടർമാർ അതിൽപ്പെട്ടതാണല്ലോ. അതേപോലെ പോഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലി എന്നുമാണ് അർത്ഥം. അതായത് വയറ് കാലായവരാണ് ഈ ഗാസ്ട്രോപോഡകൾ അഥവാ ഒച്ചുകൾ. ഈ വയർപാദത്തിലെ മസിലുകളുടെ, ഫുട്ട് മസിൽ സെല്ലുകളുടെ താളത്തിലുള്ള വലിച്ചിലും ചുരുങ്ങലുമാണ് ഇവയെ മുന്നോട്ട് നീങ്ങാൻ സഹായിക്കുന്നത്. കൂർത്ത മുള്ളും കല്ലും ഒക്കെ നിറഞ്ഞ തറയിലൂടെ ഇങ്ങനെ ഇഴഞ്ഞു പോകുമ്പോൾ ഈ വയർപാദത്തിന് പരിക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ശരീരം ആദ്യമേ തന്നെ വഴുതുന്ന ഒരു മ്യൂക്കസ് സ്രവിപ്പിക്കും. ഈ വയർപാദത്തിൻ്റെ ആദ്യ ഭാഗത്തിനെ പ്രോപോഡിയം എന്നാണ് വിളിക്കുക. മുന്നിലെ വഴിയിലെ കരടും പൊടിയും ഒക്കെ തൂത്തുമാറ്റലാണ് ഇതിൻ്റെ പണി. തീവണ്ടി എഞ്ചിൻ്റെയൊക്കെ മുന്നിൽ തടസ്സങ്ങൾ വാരി നീക്കാൻ വേണ്ടിയിട്ട് പൈലറ്റ് പോലെ ഒരു കോരിക സംവിധാനം ഉണ്ടല്ലോ, അതുപോലെയാണ് ഇത് പ്രവർത്തിക്കുക. ഇത്രയും സൂക്ഷ്മതയുള്ളതിനാൽ തന്നെ വളരെ മൂർച്ചയുള്ള ബ്ലേഡിൻ്റെ മുകളിലൂടെയും വളരെ പരുപരുത്ത പ്രതലത്തിലൂടെയും ഒക്കെ ഒരു തടസ്സവുമില്ലാതെ, പരിക്ക് പറ്റാതെ, മുറിയാതെ ഒച്ചുകൾക്ക് സഞ്ചരിക്കാൻ പറ്റും. ഇഴഞ്ഞുപോയ വഴികളിൽ ഈ മ്യൂക്കസ് ഉണങ്ങി തിളങ്ങുന്ന വെളുപ്പ് നിറത്തിൽ നമുക്ക് കാണാം. ഈ വെളുത്ത മാർക്കുകൾ മറ്റൊച്ചുകൾ ഇണയെ കണ്ടെത്താനുള്ള വഴി അടയാളമായിട്ട് ഉപയോഗിക്കാറുണ്ട്. പാദം പുറപ്പെടുവിക്കുന്ന ഈ മ്യൂക്കസ് സ്രവങ്ങളിൽ ഫൈബറുകളും കാണും. അതിനാലാണ് കുത്തനെയുള്ള ചുമരുകളും ഒക്കെ വഴുതി വീഴാതെ, മറിഞ്ഞു വീഴാതെ ഇവർക്ക് കയറിപ്പോകാൻ പറ്റുന്നത്. ഒച്ചുകൾ ചൂടിൽ ഉണങ്ങി വരണ്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സ്വയം ചില സ്രവങ്ങൾ ശരീരമാസകലം നിർമ്മിച്ചുകൊണ്ടിരിക്കും. പുറന്തോടുള്ള സ്നെയിൽ ഒച്ചുകൾക്ക് ഇരപിടിയന്മാരുടെ സാന്നിധ്യമൊക്കെ അറിഞ്ഞാൽ പെട്ടെന്ന് വേണമെങ്കിൽ ഈ കൂടിനുള്ളിൽ കയറി ഒളിച്ച് രക്ഷപ്പെടാം. അതുപോലെ തന്നെ പെട്ടെന്ന് വെയിൽ വന്നാലും അവർക്ക് വെയിലേൽക്കാതിരിക്കാൻ വേണ്ടി ഈ കൂടിനുള്ളിൽ കയറി ഒളിച്ചിരിക്കാം. അതില്ലാതെ സ്ലെഗ് ഒച്ചുകൾ അതിജീവനത്തിനായിട്ട് ഈ വഴുതുന്ന ശരീരം ഉപയോഗിക്കാറുണ്ട്. പക്ഷികളുടെ കൊക്കിൽ കുടുങ്ങിയാലും ചിലപ്പോൾ വഴുതി രക്ഷപ്പെടാൻ പറ്റും. കൂടാതെ ഈ സ്രവങ്ങളുടെ രുചി മൂലം പക്ഷികൾ ഇവയെ തിന്നാതെ ഉപേക്ഷിക്കുകയും ചെയ്യും. ശരീരം വലിച്ചു നീട്ടാൻ വല്ലാത്ത കഴിവുണ്ട് ഒച്ചുകൾക്ക്. 10 ഇരട്ടി വരെ ഇവയുടെ നീളം കൂട്ടാൻ പറ്റും. കൂടില്ലാത്ത ഒച്ചുകൾക്ക് വളരെ നേർത്ത വിടവുകളിലൂടെ പോലും അവരുടെ ശരീരത്തെ കടത്തി കൊണ്ടുപോകാൻ പറ്റും. ഇരപിടിയന്മാർക്ക് പിടികൊടുക്കാതെ അതുകൊണ്ട് തന്നെ കല്ലുകളുടെയോ മരത്തിൻ്റെയോ ഒക്കെ ചെറു വിടവുകളിലേക്ക് ഇവർ വലിഞ്ഞു കയറും. അതുപോലെ ഇത്തരത്തിലുള്ള സുരക്ഷിത സ്ഥലങ്ങളിൽ മുട്ടയിടാനും ഇവർക്ക് പറ്റും. ചോര ചുവപ്പാർന്ന അഭിവാദനങ്ങളൊന്നും ഒച്ചുകൾക്ക് വേണ്ട. നമ്മുടെയൊക്കെ രക്തത്തിൻ്റെ ചുവപ്പ് നിറത്തിന് കാരണമായിട്ടുള്ള ഹീമോഗ്ലോബിൻ ഒച്ചിൻ്റെ ശരീരത്തിലില്ല. ഒച്ചിൻ്റെ രക്തത്തിൽ ഹീമോസയാനിൻ എന്ന് പറയുന്ന ഘടകമാണുള്ളത്. ഓക്സിജൻ അടങ്ങിയ ഒച്ചിൻ്റെ ചോരയുടെ നിറം നീലയാണ്, ചുവപ്പല്ല. ഒച്ചിഴയുന്നത് പോലെ എന്ന് ആദ്യം കേട്ടാൽ ഒച്ചിനെയല്ല നമുക്ക് ഓർമ്മ വരിക. സർക്കാർ ഓഫീസുകളിലെ ബ്യൂറോക്രസി ദുഷിപ്പാൽ ഫയലുകളുടെ മെല്ലെപ്പോക്കാണ്. തൊട്ടടുത്ത മേശയിലേക്ക് ഒരു ഫയലെത്താൻ മാസങ്ങളോ വർഷങ്ങളോ എടുക്കും എന്ന ഒരു അതിശയോക്തി കഥ പണ്ടുണ്ടായിരുന്നു. ഈ ഗവേണൻസ് വന്നതിന് ശേഷം ഇപ്പോഴങ്ങനെയാണോ എന്നറിയില്ല. എങ്കിലും ആ പൊതുവികാരം മാറിയിട്ടില്ല. ചുവപ്പ് നാട, സർക്കാർ ഫയലുകൾ, ഒച്ചിഴയുന്ന വേഗം. പക്ഷെ ഒച്ച അത്ര പതുക്കിയൊന്നുമല്ല സഞ്ചരിക്കുന്നത്. സാധാരണ നമ്മുടെ നാട്ടിൽ കാണുന്ന മറ്റു ഒച്ചുകളൊക്കെയും
ഒറ്റ രാത്രി കൊണ്ട് 12 മീറ്റർ വരെ ദൂരമൊക്കെ സഞ്ചരിക്കാൻ കഴിയുന്നവരാണ്. അവയുടെ വലിപ്പവും വെച്ച് നോക്കുമ്പോൾ അതത്ര മോശം ദൂരമൊന്നുമല്ല. അമിതമായ ഒച്ചുകളെ കൊണ്ടുള്ള ശല്യം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് പഴയ കാലം മുതൽ തന്നെ പലതരത്തിലുള്ള മാർഗ്ഗങ്ങൾ മനുഷ്യന്മാർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള മൊളസ്കയിൽപ്പെട്ട ജീവികളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിന് മൊളൂസിസൈഡുകൾ എന്നാണ് വിളിക്കുക. 1930കളിലൊക്കെ മെറ്റാൽഡിഹൈഡ് ആയിരുന്നു ഇത്തരത്തിലുള്ള ഒച്ചുകളുടെ നിയന്ത്രണത്തിനായിട്ട് ഉപയോഗിച്ചിരുന്ന വിഷപദാർത്ഥം. 1950കളായപ്പോഴേക്കും കാർബമേറ്റുകളായി. ഇവയുടെ പല അളവിലുള്ള കോമ്പിനേഷനുകൾ വളരെ ഫലപ്രദവുമായിരുന്നു. പക്ഷേ ഈ കഠിന വിഷം ഉപകാരികളായിട്ടുള്ള മറ്റു പല ജീവികളുടെയും ജീവൻ കൂടി ഇല്ലാതാക്കും എന്നുള്ളതിനാൽ തന്നെ പിന്നീട് അത്തരത്തിലുള്ള വിഷങ്ങളുടെ വ്യാപകമായിട്ടുള്ള ഉപയോഗം ഉണ്ടായിട്ടില്ല. കാൽഷ്യം ആർസമേറ്റ്, കാൽഷ്യം സയനമൈഡ്, DDT തുടങ്ങിയവയൊക്കെ കുറേ കാലം ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊക്കെയും മാരക ശക്തിയുള്ളവയാണ്. ഇതൊന്നും ആരും ഇപ്പോഴും ഇത്തരത്തിലുള്ള കുഞ്ഞു ജീവികളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതേ ഇല്ല. അയൺ സൾഫേറ്റ്, അയൺ ഫോസ്ഫേറ്റ്, ബോറിക് ആസിഡ് തുടങ്ങിയവയൊക്കെ ചേർത്തുകൊണ്ടുള്ള ചില മിശ്രിതങ്ങൾ ശക്തി കുറഞ്ഞ അളവിലൊക്കെയാണ് പലപ്പോഴും ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇവയിൽ പലതും പ്രകൃതി സൗഹൃദമല്ല. അതിനാൽ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഇപ്പോൾ കാണുന്ന ആഫ്രിക്കൻ ഒച്ചുകളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള മാരകമായിട്ടുള്ള വിഷപദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കുന്നത് ഒട്ടും ആശാസ്യമല്ല. കഴിയുന്നതും അവയെ ഗ്ലൗസുകൾ ഉപയോഗിച്ചുകൊണ്ട് ശേഖരിച്ച് നശിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രായോഗികമായിട്ടുള്ള മാർഗം. ഉപ്പിട്ടാൽ ഇവ ചത്തുപോകും എന്ന് നമുക്കറിയാം. ഓസ്മോസിസ് എന്ന് പറയുന്ന പ്രതിഭാസം നമുക്കെല്ലാം അറിയാം. ഇതിൻ്റെ ദേഹത്ത് ഉപ്പിടുമ്പോൾ പുറത്തുണ്ടാകുന്ന ലവണ സാന്ദ്രത കുറക്കാൻ വേണ്ടിയിട്ട് ഒച്ചിൻ്റെ ഉള്ളിലെ വെള്ളം മുഴുവൻ പുറത്തേക്ക് വരും. അങ്ങനെ ഡീഹൈഡ്രേഷൻ വന്നാണ് ഒച്ചുകൾ ചത്തുപോകുന്നത്. അപ്പോൾ ചിലർ കുമ്മായിടും, ചിലർ ബോഡോ മിശ്രിതം, തുരിശ് ലായനി ഒക്കെ ഉപയോഗിക്കാറുണ്ട്. എന്തായാലും വ്യാപകമായിട്ടുള്ള ഒരു ആക്രമണം ഒരു പ്രദേശത്ത് മുഴുവൻ ഉണ്ടായാൽ ഇവയെ നിയന്ത്രിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇവയെല്ലാവരെയും ഒരേ സ്ഥലത്തേക്ക് തന്നെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള കാൽഷ്യം കൂടുതൽ അടങ്ങിയിരിക്കുന്ന ക്യാബേജ് ഇലകളൊക്കെ നുറുക്കിയിടുക, പപ്പായയുടെ ഇലകളൊക്കെ നുറുക്കിയിട്ട് കഴിഞ്ഞാൽ അവിടേക്ക് രാത്രി ഇവയൊക്കെ എത്തി അവ തിന്നാൻ തുടങ്ങും. ആ സമയത്ത് അവയെ മുഴുവൻ ശേഖരിച്ച് വലിയ കുഴി ഉണ്ടാക്കി അതിലിട്ട് അതിൽ ഉപ്പോ തുരിശോ ഒക്കെ ചേർത്ത് അവയെ ഇല്ലാതാക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഏക വഴി. ഇവ മണ്ണിലൊക്കെ ഇട്ടുകൂട്ടിയിരിക്കുന്ന മുട്ടകൾ വീണ്ടും വിരിയും എന്നുള്ളതിനാൽ തന്നെ ആ മുട്ടകൾ കൂടി നശിപ്പിക്കാതെ എടുത്തോളം കാലം ഒരു പ്രദേശത്ത് നിന്നും ഇവയെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇവയുടെ മുട്ട ഉണ്ടാവുമെന്ന് കരുതുന്ന പ്രദേശങ്ങളിലൊക്കെ തുരിശിലായിന് തളിക്കുന്നതും ഗുണകരമാണ്. എന്തായാലും ആഫ്രിക്കൻ ഒച്ചുകളെ അത്ര എളുപ്പത്തിലൊന്നും നമുക്ക് തടയാൻ പറ്റില്ല. നമുക്ക് എന്ന് മാത്രമല്ല, ലോകത്തിൻ്റെ പല രാജ്യങ്ങളും വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ്. കേൾക്കാൻ അത്ര രസകരമല്ലെങ്കിലും ഒരു പരിഹാരം നമ്മുടെ മുന്നിൽ ഭാവിയിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയായിട്ട് ഞാൻ കാണുന്നത് അവയെ ഭക്ഷണമാക്കുക എന്നുള്ളതാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ റോമാക്കാരും ഗ്രീക്കുകാരും ഒക്കെ ഒച്ചുകളെ ഭക്ഷണമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ലോകത്ത് പലയിടങ്ങളിലും പോഷകമൂല്യമുള്ള ഒരു ഭക്ഷണമായിട്ടാണ് ഒച്ചുകളെ കണക്കാക്കുന്നത്. ഇവയെ വളർത്തുന്ന വലിയ ഫാമുകൾ പല രാജ്യങ്ങളിലുമുണ്ട്. യൂറോപ്പിലെ ഏറ്റവും വലിപ്പം കൂടിയ റോമൻ ഒച്ച് എന്നു കൂടി പേരുള്ള ഹെലിക്സ് പൊമാറ്റിയ ഫ്രഞ്ച് ഭക്ഷണത്തിലെ ഒരു പ്രധാന ഇനമാണ്. ഒച്ചി എന്നർത്ഥമുള്ള എസ്കാഗോഗ് എന്നാണ് ഈ വിഭവത്തിന് പറയുക. ഇന്ത്യയിലെ വടക്കുകിഴക്കൻ സംസ്ഥാനമായിട്ടുള്ള നാഗാലാൻഡിലും മണിപ്പൂരിലും ഒക്കെ ഒച്ചുകളെ ഭക്ഷണമാക്കുന്നുണ്ട്. ഓരോ വർഷവും 40,000 ടൺ ഒച്ചുകളെയാണ് ഫ്രഞ്ചുകാർ ഭക്ഷണമാക്കുന്നത്. 300ഓളം ഒച്ചു ഫാമുകൾ ഫ്രാൻസിൽ തന്നെ ഉണ്ടെങ്കിലും അവർക്കാവശ്യമായിട്ടുള്ള ഒച്ചുകളുടെ 90% മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയാണ്. വേണ്ട വിധത്തിൽ പാചകം ചെയ്താൽ കരയിൽ കാണുന്ന ഒരുവിധം എല്ലാ ഒച്ചുകളും ഭക്ഷണയോഗ്യമാണ്. തീന്മേശയിലെത്തുന്നതിന് മുമ്പ് നിരവധി മണിക്കൂറുകൾ മസാലകൾ ചേർത്ത് ഇവയെ തിളപ്പിച്ച ശേഷം വൃത്തിയാക്കി പുറന്തോടിനുള്ളിലേക്ക് തന്നെ തിരിച്ചിട്ട് മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടൊക്കെയാണ് വിളമ്പുക. അതുപോലെ ഒച്ചുകളുടെ കൂടുകൾ ആഭരണമായും അലങ്കാരങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതും കൂടാതെ ഒച്ചിൻ്റെ പുറത്തുള്ള വഴുവഴുക്കുന്ന മ്യൂക്കസ് സ്രവം ശേഖരിച്ച് വളരെ വിലപിടിപ്പുള്ള സൗന്ദര്യ വസ്തുക്കൾ നിർമ്മിക്കുന്നുമുണ്ട്. ഞാൻ വിജയകുമാർ ബ്ലാത്തൂർ. ഇതുപോലെ വളരെ ചെറിയ ജീവികൾ തൊട്ടിട്ട് വളരെ വലിയ സസ്തനികൾ വരെയുള്ള നമ്മുടെ ജീവലോകത്തിലെ മറ്റൊരു ജീവിയെ പരിചയപ്പെടുത്തുന്ന പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും വണക്കം.